ചങ്ങായിമാരെല്ലാവർക്കും സുഖല്ലേ? കുറെ സംഘികൾ പറഞ്ഞു നടക്കുന്നുണ്ട് ഇസ്രായേലിൽ നിന്ന് ഭയങ്കര സംഭവമാണ്, ഇസ്രായേൽ ഭയങ്കര പാവപ്പെട്ടവരാണ്, ഇസ്രായേലിന് ഭയങ്കര മനസ്സാണ്, ഇസ്രായേൽ ഭയങ്കര സ്നേഹിക്കുന്നവരാണല്ലോ. ഊള സംഘികളെ, ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതന്മാരെ മാത്രം സ്നേഹിക്കുന്ന, ജൂതന്മാർ മാത്രമേ ലോകത്ത് വേണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുപറ്റ ആൾക്കാരുടെ രാജ്യം മാത്രമാണ് ഇസ്രായേൽ. ഈ സംഘികൾ പറയുന്നത് അവിടെ ഭയങ്കര ജനാധിപത്യമാണ്, അവിടെ മറ്റുള്ള എല്ലാ മതക്കാരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഒരിക്കലുമില്ല. അവിടെ ജൂതന്മാരെ മാത്രമേ അവർ സിറ്റിസണായിട്ട് അംഗീകരിക്കുന്നുള്ളൂ, മറ്റുള്ള മതക്കാർ അവർ സിറ്റിസണായിട്ട് അംഗീകരിക്കുന്നില്ല. അമ്മാതിരി വൃത്തികെട്ട മനോഭാവമുള്ള ടീമാണ്. അതായത് സംഘികളുടെ മനോഭാവം ഉണ്ടല്ലോ ഇന്ത്യയിൽ, സംഘികൾ മാത്രമാണ് രാജ്യസ്നേഹികൾ എന്ന്, ബാക്കിയുള്ളവരെല്ലാം രാജ്യസ്നേഹം അഭിനയിക്കുന്നതാണ്. പക്ഷെ എല്ലാവർക്കും അറിയാം സംഘികൾക്ക് ഒരു രാജ്യസ്നേഹവും ഇല്ല, ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് മാത്രമുണ്ട് രാജ്യസ്നേഹം എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇല്ലാത്ത സാധനം ഉണ്ടാക്കി നടക്കലാണല്ലോ സംഘികളുടെ ഉദ്ദേശം. അത് തന്നെയാണ് ഈ ജൂതന്മാരും ചെയ്യുന്നത്. നമുക്ക് എന്തായാലും വിവരമുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കാം. വിവരമുള്ള ആൾക്കാർ പറയുമ്പോൾ സംഘികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ സംഘികളെ കുരു പൊട്ടാൻ വേണ്ടിട്ട് തന്നെയാണ് വീഡിയോ വെക്കാൻ പോകുന്നത്. നമ്മളെ സജീവ് മാർക്കോസ് പറയുന്നത് കേൾക്കല്ല. അദ്ദേഹത്തിന് കൃത്യമായ വിവരങ്ങളുള്ള ആളാണ്, നല്ല വിവരമുള്ള ഒരു മനുഷ്യൻ. അയാൾ പറയുന്നത് കേട്ടോ കലവാ. ലോകത്തിന് മുഴുവനുമുള്ള ഒരു ധാരണയാണ് ഇസ്രയേൽ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇസ്രയേൽ ഒരു ജനാധിപത്യ രാജ്യമല്ല എന്നുള്ള സത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റും. അതൊരു എത്നോക്രാറ്റിക് കൺട്രിയാണ്. അതിന്റെ ബേസിക് ലോ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇസ്രയേൽ ഇസ് ദ നാഷണൽ ഹോം ഫോർ ജൂസ്, ഇറ്റ്സ് നോട്ട് ഫോർ അറബ്സ്. അവിടെ 20% അറബ്സ് ഉണ്ട്, അവരുടെ നാഷണൽ ഹോം അല്ലാതെ. ഒരു രാജ്യത്തിന്റെ വിഭവങ്ങളും അവസരങ്ങളും തുല്യമായി വീതിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യ രാജ്യമാകുന്നത്. ഇസ്രയേൽ ഒരു ജനാധിപത്യ രാജ്യമല്ല, അതൊരു വംശീയ രാജ്യമാണ്. എത്നോക്രാറ്റിക് റൂളാണ് അവിടെ നടക്കുന്നത്. അവിടുത്തെ നാഷണാലിറ്റി എന്ന് പറയുന്നത് യഹൂദിന് മാത്രമേ ഉള്ളൂ, അറബിന് സിറ്റിസനേ ഉള്ളൂ, നാഷണാലിറ്റി ഇല്ല അവിടെ താമസിക്കുന്ന 20%. അതുകൊണ്ട് നമ്മൾ ലോകത്ത്, ഞാനിതൊരു തർക്കത്തിനോ വിമർശനത്തിനോ ആയി പറഞ്ഞതല്ല, പക്ഷേ ഇത് ലോകത്തിൽ പല പ്രത്യേകിച്ച് മലയാളികൾക്കുള്ള ധാരണയാണ് ഇസ്രയേൽ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന്. ഇസ്രയേൽ ഒരു ഡെമോക്രാറ്റിക് കൺട്രി അല്ല, ഇറ്റ്സ് ആൻ എത്നോക്രാറ്റിക് കൺട്രി. അവിടെ നാഷണാലിറ്റി യഹൂദിന് മാത്രമേ ഉള്ളൂ. ബിക്കോസ് അതിന്റെ ബേസിക് ലോയിൽ തന്നെ പറഞ്ഞത് ഇറ്റ്സ് എ നാഷണൽ ഹോം ഫോർ ജൂസ്, നോട്ട് ഫോർ അറബ്സ്. ബേസ് അവിടെ ഇല്ല, ബട്ട് ഇൻഡയറക്ട്ലി അത് ഇംപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ യുണൈറ്റഡ് നേഷൻസിന് ഇങ്ങനെ ഒരു സംഖ്യകളെ കേട്ടല്ല, വിവരമുള്ള ആള് പറഞ്ഞ കേട്ടില്ല. നിങ്ങൾക്ക് പിടിക്കൂല, നിങ്ങൾക്ക് ഇങ്ങനെ കുരുപൊട്ട് നിങ്ങൾക്ക് ഇവരെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ, സത്യം പറയുന്നത് കേൾക്കുമ്പോൾ, ചരിത്രത്തിലെ സത്യം പറയുമ്പോൾ നിങ്ങൾക്ക് കുരുപൊട്ട് സംഖ്യകളെ. കുറെ സംഖ്യകൾ പറഞ്ഞ് ഇസ്രായേലിൽ നിന്ന് ഭയങ്കര കെട്ടിപ്പിടിക്കലാന്ന്. അയ്യോ ഇന്ത്യക്കാരൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഇസ്രായേലർ ഇങ്ങനെ നാക്കി എടുക്കുന്ന അറിയില്ല സംഖ്യകൾ ശരിക്കും പറഞ്ഞിട്ടില്ല. ഈ ജൂതന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാരൊക്കെ ഭയങ്കര വെറുപ്പാണ്. ഇന്ത്യക്കാർ നിറം കണ്ടു കഴിഞ്ഞാൽ അപമാനിക്കുന്ന ടീമാണ് ഈ ജൂതന്മാർ. ഇവരുടെ ആവശ്യത്തിന് മാത്രമാണ് ഇന്ത്യനെ സ്നേഹിക്കുന്നത്. അവരെ ആയുധ കച്ചവടമാണ് മെയിൻ. അതിന് വേണ്ടിയിട്ടുള്ള സ്നേഹം മാത്രമേ ഇന്ത്യൻ്റെ ഉള്ളൂ. അല്ലാണ്ട് കിടന്ന് ഇന്ത്യ ആയുധമൊന്നും വാങ്ങിയില്ലെങ്കിൽ ഇന്ത്യനെ അങ്ങ് ചവിട്ടി ഒഴിവാക്കി ഇസ്രായേൽ. നിങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് നടന്നോ? ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്തിൽ നിറത്തിന്റെ പേരിൽ നിങ്ങൾ അപ്പെങ്കിലും അവമാനിക്കപ്പെട്ടിട്ടുണ്ട്? ഞാൻ മുസ്ലിം രാജ്യത്ത് ജോലി ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതുവരെ അവമാനിക്കപ്പെട്ടില്ല. പക്ഷെ നിങ്ങൾ ഈ ജൂതന്മാർ ഇസ്രായേലിലല്ല, ഈ ജൂതന്മാർ മറ്റുള്ള സ്ഥലത്തുണ്ടല്ലോ, ആ ജൂതന്മാരുടെ ഇടയിൽ പോയാൽ നിങ്ങൾക്കറിയാം ഒരുപാട് വീഡിയോസ് ഉണ്ട് സംഘികളെ. ഇന്ത്യക്കാരെ ആയാലും മറ്റു കറുത്ത വർഗ്ഗക്കാരെ ആയാലും ഇവരിങ്ങനെ അപമാനിക്കുന്ന ടീം. ഇവരെല്ലാ രാജ്യത്തെയും ഏറ്റവും സുപ്രധാനമായ ജോലികളിൽ കയറിപ്പിട്ടുണ്ട്. അതിനുള്ള ബുദ്ധി അവർക്കുണ്ട്. ബുദ്ധിയല്ല കുബുദ്ധി. ബുദ്ധി കൊണ്ട് ഒരാൾ ഇതുവരെ വിജയിച്ചിട്ടില്ല, കുബുദ്ധി കൊണ്ട് വിജയിച്ചവരേ ഉള്ളൂ. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആളാണ് ഈ ജൂതന്മാർ. അത് ഏത് രാജ്യമായാലും, മുസ്ലിം രാജ്യമായാലും ക്രിസ്ത്യൻ രാജ്യമായാലും എല്ലായിടത്തും അവർക്ക് നല്ല ജോലി കൊടുക്കുന്നുണ്ട്. സംഘികൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും കാട്ടി കഷ്ടമാണ് ഈ ക്രിസ്സംഘികൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതന്മാരെ അത്രയും വെറുക്കുന്നവരാണ്. വേറെ ഒരു സ്ഥലത്തുള്ള ക്രിസ്ത്യാനികളും ഈ ജൂതന്മാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ കേരളത്തിലുള്ള കുറെ ക്രിസംഘികളും കുറെ സംഘികളും വിവരമില്ലാത്ത ടീമും അതിന്റെ ഭയങ്കര ജനാധിപത്യമാണ്. അവരുടെ ഇന്ത്യക്ക് ഭയങ്കര സ്നേഹമാണ്. അവരുടെ ഇന്ത്യൻ സ്നേഹം എന്ന് പറഞ്ഞാൽ ആയുധ കച്ചവടം മാത്രമാണ്. അത് വിവരമുള്ള മലയാളിക്കറിയാം, വിവരമുള്ള ഇന്ത്യക്കാരനറിയാം, വിവരമുള്ള മനുഷ്യനറിയാം. പക്ഷെ വിവരമില്ലാത്ത സംഘിക്കും ക്രിസംഘിക്കും അതൊരിക്കലും മനസ്സിലാവില്ല. അവരിങ്ങനെ യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടേയിരിക്കും. ആ യുദ്ധം നശിപ്പിക്കുന്നത് എല്ലായിടത്തെയും, അത് ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും ഏത് മതക്കാരനായാലും എവിടെയുമുള്ള സാധാരണ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന പാവങ്ങളെ മാത്രമേ യുദ്ധം ബാധിക്കൂ എന്നുള്ള സത്യം എനിക്കുണ്ട്, എല്ലാ മനുഷ്യന്മാർക്കുമുണ്ട്. സംഖ്യക്ക് അത് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇസ്രായേൽ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് വിചാരിക്കുന്ന സംഘികളെ നിങ്ങൾ വെറും പൊട്ടന്മാരാണ്. ക്രിസംഘികളെ നിങ്ങൾ അതിലേറെ പൊട്ടന്മാരാണ്. എല്ലാവർക്കും എന്റെ സുലാൻ.